രാവിലെ മഴ, ഉച്ചയ്ക്ക് മഴ, വൈകിട്ട് മഴ, രാത്രി മഴ. അപ്പോൾ റെയിൻ സർജോടുകൂടി കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ്. നിങ്ങൾക്കറിയാം, എന്നിരുന്നാലും ഞാൻ പറയാം. ആദ്യ സമയത്ത് എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. അതായത് നമ്മൾ ഓർഡർ അടിക്കുന്നതിന് മുന്നേ റെയിൻ സർജ് ആക്ടിവേറ്റ് ആയിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ പിക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ റെയിൻ സർജ് ആക്ടിവേറ്റ് ആയാലും മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഓർഡറിൽ നമുക്ക് റെയിൻ സർജ് ആഡായി കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ പോണ വഴിക്ക് റെയിൻ സർജ് ആക്ടിവേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡായി കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർഡർ കൊടുക്കുന്നതിന് മുന്നേ റെയിൻ സർജ് ആക്ടിവേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് വെക്കുക. നമ്മൾ പാസ്റ്റ് ഓർഡർ റിലേറ്റഡ് ഇഷ്യൂവിൽ പോയിട്ട് റെയിൻ സർജിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഓൺ ദ വേയിൽ റെയിൻ സർജ് ആക്ടിവേറ്റ് ആയി എന്നാൽ നമുക്കിതിൽ ആഡായി കിട്ടിയില്ലെന്ന് പറഞ്ഞൊരു ടിക്കറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെയിൻ സർജ് 25 രൂപ ആഡായി കിട്ടുന്നതാണ്. അപ്പോൾ 25 രൂപ അഡീഷണൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ബെനിഫിറ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതാണ്. യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു.